കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡെയിലി എനിക്ക് എന്തെങ്കിലും ചെടികളായിട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ചെയ്ത സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിപ്പോ ഏത് ചെടിയാന്ന് മനസ്സിലായോ? ഇത് ക്രീപ്പിംഗ് ചാർലി എന്നാ പറയാ. പൂക്കളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതുപോലെ പച്ച കളറിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് തൂക്കിടാനായിട്ട് പറ്റും. സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതാ ഇതുപോലെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഷെയ്ഡിൽ മാത്രം വളർത്താനേ പറ്റുള്ളൂ. പഴയൊരു മദർ പ്ലാന്റിൽ നിന്ന് കമ്പുകളെല്ലാം മുറിച്ചിട്ടാണ് ഇതുപോലെ ഞാൻ ഇത്തരം ചട്ടികൾ പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് പിടിച്ചു കിട്ടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. 1-2 കൊമ്പ് മതി. ഒരു 100 കണക്കിന് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് മണ്ണും പിന്നെ ചകിരിച്ചോറുമാണ്. ചകിരിച്ചോറ് ബ്ലോക്കിലാണ് വാങ്ങിയത്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് പൊടിയാക്കണം. ഈ ചകിരിച്ചോറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുകയും ചെയ്യും ഇത് ചട്ടിയുടെ. പിന്നെ വെള്ളം അത്യാവശ്യത്തിന് ഈ പോട്ട് ഹോൾഡ് ചെയ്യും. പിന്നെ ഇന്നലെ തുടങ്ങിയ ജലദോഷമാണ്, ഇതുവരെ വിട്ടിട്ടില്ല. അതാ ശബ്ദമൊക്കെ ഇത്ര അലമ്പായിട്ടിരിക്കണേ. ഇതിന്റെ ഇടയിൽ എൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഈർക്കിൽ വെച്ചിട്ട് കുറെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഓരോരോ കൊമ്പുകളും ഞാൻ ഇതുപോലെ നിറച്ച് പിടിപ്പിക്കുകയാണ്. എന്നാലേ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് വളരുള്ളൂ. ഇതാ ഇതുപോലെ. ആ കാർപോർച്ചിന്റെ സൈഡിൽ കുറച്ച് ഫേൺസ് ആണ് ഞാൻ തൂക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒന്ന് സ്ഥാനം മാറ്റിയിട്ട് ഒന്ന് ക്രീപ്പിംഗ് ചാർലി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നട്ടുകൊടുത്തതാ. ഇനിയിപ്പോൾ പതുക്കെ ആ ചട്ടി കാണാത്ത രീതിയിൽ ആ ക്രീപ്പിംഗ് ചാർലി നിലത്തോട്ട് പടർന്നു കിടക്കും. ഞാൻ ഇതുപോലെ ഓരോന്ന് കുത്തിവെച്ചും പിടിപ്പിച്ചുമാണ് എൻ്റെ വീട് നിറയെ കുറേ ചെടികളായി മാറിയത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ.